ബ്രസ്റ്റ് ഓഗ്മെന്റേഷൻ പോലെ തന്നെ വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ് ബ്രസ്റ്റ് റിഡക്ഷൻ. അപ്പോൾ ഡോക്ടറിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ വിച്ച് വൺ ഇസ് മോർ ഡൺ? ഏതാണ് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വരുന്നത് ഏതിനാണ്? കറക്റ്റ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഓരോ ലൊക്കേഷനിൽ അതിൻ്റെ ഒരു ബ്യൂട്ടിയുടെ കൺസെപ്റ്റ് ഉണ്ട്. ചിലർക്ക് ബ്രസ്റ്റിൻ്റെ സൈസ് കുറച്ച് മതിയായിരിക്കും, ചിലർക്ക് ബ്രസ്റ്റിൻ്റെ സൈസ് കൂടുതലായിട്ട് വേണമെന്ന്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് നമ്മുടെ ലൊക്കേഷനിൽ ബിക്കോസ് ഓഫ് പ്രസൻറ്റ് ഒരു ലൈഫ് സ്റ്റൈൽ പാറ്റേൺ ചേഞ്ചും സോഷ്യൽ പാറ്റേൺ ചേഞ്ച് വന്നുകൊണ്ട് ബിക്കോസ് ആ ഡ്രസ്സിങ് ടൈപ്പ് മോർ ഓഫ് ലൈക്ക് വെസ്റ്റേൺ ഡ്രസ്സിങ്, people now want a normal size or അധികം സൈസ് ഇല്ലാത്ത ബ്രസ്റ്റ്. സോ മെനി പീപ്പിൾ ആർ കമ്മിങ് ഫോർ ബ്രസ്റ്റ് റിഡക്ഷൻ മോർ ദാൻ ദ ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ സർജറി. ബിക്കോസ് നമ്മുടെ ഒരു ബോഡി ഫുഡ് ഹാബിറ്റ്സും വെച്ചിട്ട് ഒരു കൂടുതൽ ആൾക്കാർക്ക് BMI ബോഡി വെയ്റ്റ് മാസ് ഇൻഡെക്സ് ഒക്കെ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അവരുടെ ബ്രസ്റ്റിൻ്റെ സൈസ് കുറച്ച് കൂടുതലായിരിക്കും. അതുമാത്രമല്ല ചിലരുടെ ഹോർമോൺസിൻ്റെ പാറ്റേൺസും വെച്ചിട്ടും ബ്രസ്റ്റിൻ്റെ സൈസ് അമിതമായിട്ട് വലുതാകാറുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് ഒരു നോർമൽ സൈസ് ആക്കാൻ വേണ്ടി ആൾക്കാരാണ് കൂടുതൽ വരുന്നത്. ഡോക്ടർ, മാർക്കറ്റിൽ ഒരുപാട് പിൽസ് ആൻഡ് ക്രീംസ് ഉണ്ട് ഈ ബ്രസ്റ്റ് റിഡക്ഷന് വേണ്ടിയിട്ട്. ഹൗ മച്ച് ഡസ് ദറ്റ് വർക്ക്? നെവർ. It's a scam. So don't think about it. It's a useless things to do. അപ്പോൾ ഇത് ആക്ച്വലി സർജിക്കൽ പ്രൊസീജിയറിൽ മാത്രമേ ഇത് റിഡക്ഷൻ? Surgical treatment is the solution for breast size to decrease. പിന്നെ ഈ ഒരു പിൽ they can sometimes cause harm because they have side effects, so definitely not recommended. Cream you can apply but it will not give you the result you want. So definitely surgical treatment is the option. ഈ ബ്രസ്റ്റ് ഓഗ്മെന്റേഷനേക്കാൾ കൂടുതലായിട്ട് ബ്രസ്റ്റ് റിഡക്ഷൻ ആണ് കുറച്ചുകൂടെ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്നതല്ലേ? കാരണം ഒരുപാട് പേർക്ക് നടുവേദന അല്ലെങ്കിൽ ബോഡി പെയിൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ എക്സ്ട്രീം കണ്ടീഷൻസ് ഡോക്ടർ കണ്ടതെന്നൊരു എക്സാമ്പിൾ പറയാമോ? ഡെഫിനറ്റ്ലി. ഇപ്പം ബ്രസ്റ്റിൻ്റെ സൈസ് കൂടുമ്പം അതിൻ്റെ വെയിറ്റും കൂടും. അപ്പം വെയിറ്റ് കൂടുന്ന കാരണം അത് ഡെഫിനറ്റ്ലി നമ്മുടെ ബാക്കിൽ എഫക്റ്റ് ചെയ്യാം. അപ്പർ ബാക്ക് പെയിൻ ഉണ്ടാകാം, ചിലർക്ക് ഷോൾഡർ പെയിൻ ഉണ്ടാകാം. ബ്രാ യൂസ് ചെയ്യുമ്പം ആ ബ്രായുടെ സ്ട്രാപ്പിൻ്റെ ഗ്രൂവിങ് കുഴിഞ്ഞിരിക്കുന്ന പോലെ ഉണ്ടാകാം, ഷോൾഡർ പെയിൻ ഉണ്ടാകാം. പിന്നെ ബ്രസ്റ്റിൻ്റെ താഴെ ചിലപ്പം റെഗുലർ ക്ലീനിങ് ഒന്ന് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് ചിലപ്പോൾ അവിടെ ഫംഗൽ ഇൻഫെക്ഷനോ സ്കിൻ ഇൻഫെക്ഷൻസ് ഒക്കെ വരാം. സോ ദീസ് ആർ ദ തിങ്സ് അവർ കൂടുതലായിട്ട് നമുക്ക് പറയുന്നത്. പിന്നെ ചിലർക്ക് ഇതിൻ്റെ അമിതമായിട്ടുള്ള ഭാരം കാരണം കിടക്കുമ്പോഴൊക്കെ ശ്വാസം എടുക്കാനൊക്കെ ബ്രീതിങ് ഡിഫിക്കൽട്ടീസ് വരെ വരാം. സോ ദീസ് ആർ ദ പ്രോബ്ലംസ് ദാറ്റ് വി ഫേസ്. പിന്നെ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇത് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അവർക്കൊരു സൈക്കോളജിക്കലി എഫക്റ്റ് ചെയ്യും. ഇപ്പം ടു ടെൽ എ റിയൽ ലൈഫ് എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഒരു IT പ്രൊഫഷണൽ, ഷീ കെയിം ടു മീ വിത്ത് ദ കംപ്ലയിൻസ് ഓഫ് സിമിലർ ബാക്ക് പെയിൻ. അവർ സ്ഥിരം ഇരുന്ന് ജോലി ചെയ്യുന്ന അപ്പം ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ. ഇതല്ലാതെ തന്നെ അവർക്കൊരു വളരെ എംബാരസ്മെൻ്റ്. അവിടെ കൂടുതൽ ആൾക്കാരും അതിൻ്റെ സൈസിനെ നോക്കി ആ ഒരു ഏരിയയെ നോക്കി എപ്പോഴും ഊഗിൾ ചെയ്യുന്ന പോലെ. പിന്നെ ഷീ വാസ് വെരി ഫീലിംഗ് അൺകംഫർട്ടബിൾ. അതിൻ്റെ ഭാഗമായിട്ട് ഷീ ട്രൈ ടു സെക്ലൂഡഡ് ഹർ സെൽഫ് ഇൻ എ റൂം, വർക്ക് ഫ്രം ഹോം ആക്കി. അങ്ങനെ ഒരു 3 to 6 months ഒരു സൈക്കോളജിക്കൽ ചേഞ്ച് ഫാമിലി നോട്ടീസ് ചെയ്തു. സോ ദേ ബ്രോട്ട് ഹർ ടു മീ. ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട്, അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ്. സോ വി ഓഫേർഡ് ഫോർ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ബ്രസ്റ്റ് റിഡക്ഷൻ. ആൻഡ് അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ സൈസും പ്രോപ്പറെല്ലാം ആയിക്കഴിഞ്ഞ് ഡെഫിനറ്റ്ലി 2 to 3 months ആ ഒരു സൈക്കോളജിക്കൽ ചേഞ്ച് പുള്ളിക്കാരിക്കുണ്ടായിരുന്നു. കംപ്ലീറ്റ്ലി അവർ ഒരു വർക്ക് ഫ്രം ഹോം പാറ്റേണൊക്കെ മാറ്റി ഷീ ബിക്കം മോർ ലൈക്ക് ഓഫീസിൽ പോകാൻ തുടങ്ങി, കുറേ കൂടെ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങി, സോഷ്യൽ മീഡിയയിൽ സ്വന്തം ഫോട്ടോസൊക്കെ ഇടാൻ തുടങ്ങി. സോ ദേ ഡെഫിനറ്റ്ലി ബ്രിങ് എ ലോട്ട് ഓഫ് സൈക്കോളജിക്കൽ ചേഞ്ച് വരുത്തും. ഈ ബ്രസ്റ്റ് റിഡക്ഷൻ ചെയ്യുന്നതിന് ഏജ് ലിമിറ്റ് ഉണ്ടോ? ഓൾദോ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ നമ്മുടെ അടുത്ത് വരുന്ന പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള ചേഞ്ച് കാരണമാണ് ബ്രസ്റ്റ് റിഡക്ഷൻ എന്ന് വരുന്നത്. എന്നാലും യങ് ഏജിലും കല്യാണം കഴിക്കാത്ത ആൾക്കാരും നമ്മുടെ അടുത്ത് വരാറുണ്ട്. മോസ്റ്റ്ലി ഇതേപോലെ സോഷ്യൽ എംബാരസ്മെൻറ്റ്, അതുകൊണ്ടുള്ള ഫങ്ഷൻ പ്രോബ്ലം, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ഉള്ളതൊക്കെ അതൊക്കെ ഒരുപാട് അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ബാധിക്കുന്നുണ്ടെങ്കിൽ അവർ വരാറുണ്ട്. ഈ ബ്രസ്റ്റ് റിഡക്ഷൻ നമുക്ക് സർജിക്കൽ പ്രൊസീജിയർ ആണ് ആക്ച്വലി അതിനൊരു സൊല്യൂഷൻ. പക്ഷേ വി ഹാവ് സീൻ എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ഗോസ് ടു ജിം. നല്ല അത്യാവശ്യം ചബിയായിട്ടിരുന്ന ഒരാൾ ജിമ്മിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും ആ ഒരു അത്രയും ട്രാൻസ്ഫോർമേഷൻ ശേഷം ദെയർ ബ്രസ്റ്റ് സൈസ് ഓൾസോ ഗെറ്റ് റെഡ്യൂസ്ഡ്. അപ്പോൾ അത്തരം പ്രൊസീജിയേഴ്സ് ഈ ഒരു കേസസിലൊക്കെ ആപ്ലിക്കബിൾ ആണോ? കറക്റ്റ്. ഇപ്പം ബ്രസ്റ്റിൻ്റെ വലിപ്പം കൂടാനുള്ള കാരണം ഇറ്റ് ക്യാൻ ബി ബിക്കോസ് ഓഫ് ഓവറോൾ ഒരു ബോഡി വെയ്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ട്, ഫാറ്റ് അക്യുമുലേഷൻ കൊണ്ട്. ഇപ്പോൾ ബ്രസ്റ്റിൻ്റെ കോമ്പണൻ്റ് എന്ന് പറയുമ്പോൾ ബ്രസ്റ്റ് ഫാറ്റും ഉണ്ട്, പ്ലസ് ഗ്ലാൻഡുലാർ കോമ്പണൻ്റ് ഉണ്ട്.
അപ്പം ഇത് ഒരു ഫാറ്റ് അക്യുമുലേഷൻ കൊണ്ടാണെങ്കിൽ അതുകൊണ്ടും ബ്രസ്റ്റിൻ്റെ സൈസ് വലിപ്പം കൂടും. അപ്പം നമ്മൾ ഈ ജിമ്മ് എക്സസൈസ് ചെയ്താലും ഡയറ്റും ഒക്കെ ചെയ്താൽ ഈ ഫാറ്റിൻ്റെ അളവ് കുറയുമ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ബ്രസ്റ്റിലും കാണും. ബ്രസ്റ്റിൻ്റെ സൈസ് ഡെഫിനറ്റ്ലി കുറയും. അപ്പോൾ ഫാറ്റ് അക്യുമുലേഷൻ ആണ് മെയിൻ റീസൺ ഫോർ ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റ്. ഡയറ്റും എക്സസൈസും ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഇംപ്രൂവ്. അപ്പോൾ ഇതേപോലെ ഞാൻ റിയൽ ലൈഫ് ഒരു എക്സാമ്പിളാണ്. ഒരു പാരൻറ്റ് നമ്മുടെ അടുത്ത് ചോദിച്ചു, എൻ്റെ ഒരു മോള് അമിതമായിട്ട് വണ്ണമുണ്ട്, അതുപോലെ ബ്രസ്റ്റിൻ്റെ സൈസ് വളരെയധികം കൂടുതലാണ്, അവർക്ക് പഠിക്കുമ്പോഴും ഒക്കെ ഇരിക്കുമ്പോഴും എപ്പോഴും നെക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ഒക്കെ പറയും. അപ്പം ഓൾദോ കൊച്ച് അതിനെക്കുറിച്ച് കംപ്ലയിൻറ്റ് ചെയ്തില്ലെങ്കിലും പേരൻറ്റ്സ് വെയർ ലൈക്ക് വെരി കൺസേൺ ഫോർ ദാറ്റ്. സോ ദേ ആസ്ക് മീ വാട്ട് ഈസ് ദ സൊല്യൂഷൻ. ബട്ട് ഐ ആസ്ക് എന്താണ് വെയിറ്റ് ഒക്കെ എന്താണ്. അപ്പോൾ ഷീ ഹാഡ് എ മോർ ഒരു BMI ഉണ്ട്, ഒബീസ് ആയിരുന്നു. അപ്പോൾ ഐ ടോൾഡ് ഡയറ്റും എക്സസൈസ് ചെയ്തിട്ട് അത് കുറച്ചിട്ട് അതിൽ മാറ്റങ്ങൾ കാണുവാണെങ്കിൽ യു ഡോണ്ട് നീഡ് ടു ഡു എ സർജറി. സോ ദാറ്റ് ദേ ഫോളോ ഫോർ 6 months ആൻഡ് ആ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു അവർക്ക്. സോ ദാറ്റ് ഇസ് ഓൾസോ എ സൊല്യൂഷൻ ഫോർ ഡിക്രീസിങ് ദ സൈസ് ഓഫ് ബ്രസ്റ്റ്. ഇത് ഒരു അപ്പാർട്ട് ഫ്രം ഈ ഒരു ഹെൽത്ത് നോക്കാതെ നമ്മൾ അപ്പിയറൻസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഡ്രസ് സൈസും കണ്ടുപിടിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ദേ വിൽ ഹാവ് ടു ഗോ ഫോർ പ്ലസ് സൈസ് ഡ്രസ്സസ് വെർ ദർ ആക്ച്വലി നോട്ട് പ്ലസ് സൈസ്. അവരുടെ ബോഡിയുടെ പകുതി വെയിറ്റും ബ്രസ്റ്റിന്റെ ഇതാവുന്നുണ്ടാവും. അതുപോലെ തന്നെ ഈവൻ അണ്ടർ ഗാർമെന്റ്സിന്റെ സൈസും പലർക്കും കിട്ടണം എന്നില്ല. സോ അങ്ങനത്തെ ഉള്ള ഇഷ്യൂസ് ഉള്ളവർക്ക് ആക്ച്വലി ഈ ബ്രസ്റ്റ് റിഡക്ഷൻ ഇസ് എ ഗുഡ് ചോയ്സ് അല്ലേ? ഡെഫിനറ്റ്ലി ഗുഡ് ചോയ്സ്. ബിക്കോസ് ഇവരുടെ ബ്രസ്റ്റിൻ്റെ സൈസ് വലുതാവുന്നത് താഴത്തെ ഭാഗവും വെളിയിലത്തെ പോർഷനാണ്. അപ്പം ഇപ്പം ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ചിലപ്പം വെളിയിൽ തള്ളിയിരിക്കുന്നതുകൊണ്ട് ആ ഒരു പോർഷൻ വലിപ്പം കൂടുതലായിട്ട് തോന്നും. പിന്നെ നമ്മൾ അണ്ടർസ് ചെയ്യുമ്പം ചിലപ്പം വി സി നമ്മുടെ ബോഡിയിൽ ഒരു 50% തന്നെ ബ്രസ്റ്റ് നിൽക്കുന്ന പോലെ തോന്നും. സോ അത് ആ ഒരു ബ്രസ്റ്റിൻ്റെ വലിപ്പം കൊണ്ടാണ്. അപ്പം ഡെഫിനറ്റ്ലി ഈ ഒരു വലിപ്പം കുറഞ്ഞാലേ ആ ഒരു ഓവറോൾ ബോഡിക്കൊരു നല്ല അപ്പിയറൻസ് കിട്ടാൻ പറ്റത്തുള്ളൂ. നല്ല അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന ആ ഒരു അവര് ഹാപ്പി ആവുന്ന ഒരു അപ്പിയറൻസ്. ഈ ബാക്ക് പെയിൻ അല്ലെങ്കിൽ ഈ സൈഡിലുള്ള സാഗിങ് ആയിട്ട് വരിക, ഇതിനൊക്കെ ഇത് റീസൺസ് ആവും അല്ലേ? ഐ തിങ്ക് ഇറ്റ് ഈസ് ഓൾസോ ആപ്ലിക്കബിൾ ഫോർ മെയിൽ ആസ് വെൽ അല്ലേ? ആണുങ്ങൾക്കും ഇത് കൂടുതൽ. അപ്പൊ ഡോക്ടറിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾക്കാണോ ഇതിൽ ഈ ഒരു പോർഷനിൽ ഫാറ്റ് ഡെപ്പോസിഷൻ ഒക്കെ കൂടി ഇത്തരം കേസുകൾ ആർക്കാണ് കൂടുതൽ? സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ആണുങ്ങൾക്ക് മാൻ ബൂബ് എന്ന് പറയും, ആണുങ്ങളുടെ സ്തനഭാഗത്തിന്റെ വളർച്ച, ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയും. അത് നോർമലി ഒരു 50 to 60% ആൾക്കാർക്ക് നോർമലി കാണുന്ന ഒരു ആൾക്കാർ. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ദേ ആർ ഓക്കെ വിത്ത് ദാറ്റ്, ദേ ആർ ലിവിങ് വിത്ത് ദാറ്റ്. ബട്ട് വളരെ കുറച്ച് ആൾക്കാർ ഇതിന് വളരെ അധികം ഇൻസെക്യൂരിറ്റിയാണ്. ഇപ്പോൾ ഇൻസെക്യൂരിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ ദേ കാൺട്ട് വിയർ എ പ്രോപ്പർ സൈസ് ഡ്രസ്സ് ഇടാൻ പറ്റില്ല. അപ്പോൾ ചിലർ സ്പോർട്സിലൊക്കെ പോകുമ്പോൾ, ഫുട്ബോളിലൊക്കെ പോകുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ നല്ല ഡ്രസ്സ് ഇടുമ്പോൾ ഇവർക്ക് ചിലപ്പോൾ നല്ല ടൈറ്റ് ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല. അതേപോലെ ഹോസ്റ്റലിൽ നിൽക്കുമ്പം വേറെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ നിന്ന് ഡ്രസ്സൊക്കെ മാറുമ്പോൾ ചിലപ്പോൾ ദേ വിൽ ഫീൽ വെരി ഇൻസെക്യൂർ. അവർ കളിയാക്കും, ഒരു സൈസ് പെണ്ണുങ്ങളെ പോലെ നിൽക്കും, ഇതുകൊണ്ട് സൈസ് കൂടുതലാണല്ലോ. ചിലപ്പോൾ അവർ സ്വിമ്മിങ്ങിനൊക്കെ പോകുമ്പം ഡ്രസ്സ് ഊരാൻ മടി കാണും, അമ്പലത്തിലൊക്കെ പോകുമ്പം ഡ്രസ്സ് ഊരാൻ മടി കാണും. പിന്നെ ഈ ഒരു വലിപ്പം കാരണം ചിലപ്പോൾ അവർ ഹൈഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പൂണിച്ച് ഇന്നൊക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ഒരു പോസ്ചറിന് വ്യത്യാസം വരും. ഓവറോൾ അവർക്കൊരു കോൺഫിഡൻസ് കുറവ് വരും. ചിലർ ഇതിനെ എസ്കേപ്പ് ചെയ്യാൻ കുറേ മെക്കാനിസം ചെയ്യാറുണ്ട്. അവർ നമ്മുടെ അടുത്ത് പറയാറുണ്ട്. ഇപ്പോൾ നമ്മളവരെ നോക്കുമ്പോൾ ആ സ്കിന്നിലെ ചേഞ്ച് വരുമ്പോഴാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പീപ്പിൾ പുട്ട് ഒരു ടൈറ്റ് സ്ട്രാപ്പൊക്കെ വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചിട്ട് ആ ഒരു തള്ളി നിൽക്കുന്ന പോർഷൻ ഫ്ലാറ്റാക്കാൻ നോക്കും. ചിലർ ബാൻഡേജൊക്കെ വെച്ചിട്ട് അത് ടൈറ്റാക്കി നിർത്താൻ നോക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന അത്രയും ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ഒരാൾക്കാർ ഡെഫിനറ്റ്ലി ഒരു കണ്ടീഷൻ ഗൈനക്കോമാസ്റ്റിയയുടെ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ, സർജിക്കലി കറക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കോൺഫിഡൻസ് ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ് ആവുന്നത്. ഐ തിങ്ക് ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ജിമ്മിൽ പോയിട്ട് പൊതുവേ ആണുങ്ങളാണ് കൂടുതലും ജിമ്മിൽ പോയി അവർ ബോഡി ഫുൾ ഫിറ്റ് ആക്കും. അവർക്ക് കൈയും കാര്യങ്ങളൊക്കെ അവർക്ക് ഏറ്റവും നല്ല ടോൺ ചെയ്ത് വെച്ചാലും സംടൈംസ് ഈ ഒരു ചെസ്റ്റിന്റെ ഭാഗത്ത് അത്രയും ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ടാവും. സോ അതിന്റെ സൊല്യൂഷൻ ഇത് മാത്രമാണോ? ഫാറ്റ് ഡെപ്പോസിഷൻ ആണെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഡയറ്റും എക്സസൈസും വഴി പോവും. ബട്ട് ഇതേപോലെ ബ്രസ്റ്റിന്റെ ഒരു കോമ്പണന്റ് ആണ് ഫാറ്റും, മറ്റേ കോമ്പണന്റ് ആണ് ഗ്ലാൻഡ്. അപ്പോൾ ഗ്ലാൻഡ് ആ ഒരു ചെസ്റ്റിന്റെ ഇപ്പം നിപ്പിൾ ഏരിയയിൽ അത് തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഗ്ലാൻഡിന്റെ അമിതമായ വളർച്ചയാണ്. അപ്പം അത് റിമൂവ് ചെയ്താലേ അതിനൊരു നല്ല അപ്പിയറൻസ്, ചെസ്റ്റിന് അപ്പിയറൻസ് കൊടുക്കത്തുള്ളൂ. അപ്പോൾ അതിൽ അല്ലാതെ ഡയറ്റും എക്സസൈസ് ചെയ്ത് ശരിയാക്കാൻ പറ്റത്തില്ല.
ഈ ഗൈനക്കോമസ്റ്റിയുടെ ഒരു സർജറിക്ക് ശേഷം എത്ര നാളെടുക്കും ആ ഒരു വ്യക്തിക്ക് റിക്കവർ ചെയ്ത് വരാൻ? ആൻഡ് ഇസ് ഇറ്റ് പെയിൻഫുൾ ഫോർ എ മെൻ ടു ഹാൻഡിൽ? ഏത് പ്രൊസീജിയറിനും ഡെഫിനറ്റ്ലി ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പെയിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അതിൻ്റെ നമ്മൾ മുൻകരുതി അതിന് പെയിൻ കില്ലേഴ്സൊക്കെ കൊടുക്കും ഓപ്പറേഷൻ കഴിഞ്ഞാലും. പിന്നെ ചെറിയ രീതിയിൽ ഇത് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി അനസ്തീഷ്യ കൊടുത്തിട്ടാണ് ചെയ്യുക. അപ്പം പെയിൻ അറിയാതെ ഇരുന്നിട്ടാണ് നമ്മൾ ഈ ഒരു സർജറി ചെയ്യുന്നത്. പിന്നെ ചെറിയ രീതിയിൽ പെയിൻ കില്ലേഴ്സ് നമ്മൾ ഒരു 5 to 7 days കൊടുക്കാറുണ്ട്. സോ ദാറ്റ് വിൽ ഹാൻഡിൽ ദ പെയിൻ ആസ്പെക്ട് ഫോർ ദ പേഴ്സൺ. പിന്നെ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത് ബേസിക്കലി ചെറിയൊരു മുറിവ് ഉണ്ടാക്കിയിട്ട് ആ ഗ്ലാൻഡ് കോമ്പൗണ്ട് എടുക്കും. പിന്നെ ചെസ്റ്റിന് കുറേ കൂടെ ഒരു കോണ്ടൂർ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ലൈപ്പോസെക്ഷൻ, കൊഴുപ്പ് നീക്കം ചെയ്യുന്ന സർജറിയും ചെയ്യാം. അപ്പോൾ അത് കുറേ കൂടെ ചെസ്റ്റ് നല്ലൊരു അപ്പിയറൻസ് കൊടുക്കാൻ വേണ്ടി ബാക്കിയുള്ള ഏരിയയിൽ നിന്ന് ഫാറ്റ് വലിച്ചു കഴിഞ്ഞാൽ ചെസ്റ്റിനൊരു കുറച്ചും കൂടെ മസ്കുലൈൻ ലുക്ക് കൊടുക്കുന്നതാണ്. ഡോക്ടർ, മറ്റേതെങ്കിലും ഹെൽത്ത് റീസൺസ് കൊണ്ടാണോ ഗൈനക്കോമസ്റ്റിയ വരുന്നത്, ഓർ ഇസ് ഇറ്റ് എ വെരി നാച്ചുറൽ? ഗൈനക്കോമസ്റ്റിയ ജനറലി ഒരു ആണുങ്ങൾക്ക് കാണുന്ന ഇപ്പം പ്യൂബർട്ടി ഏജ് ഗ്രൂപ്പ്, കൗമാരപ്രായമുള്ള ആൾക്കാർക്ക് നോർമലായിട്ട് കാണാം ഒരു ഹോർമോണൽ ചേഞ്ചസ് ഉണ്ട്. അതേപോലെ തന്നെ ചെറിയ ഓൾഡർ ഏജിലും അത് നോർമലായിട്ട് കാണാം ബിക്കോസ് ഓഫ് ഹോർമോണൽ വേരിയേഷൻ. പക്ഷേ ഇതല്ലാതെ ചിലർക്കത് ഈ ഒരു ഏജ് ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് തന്നെ റിസോൾവ് ചെയ്യും. പക്ഷേ ചിലർക്കത് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾ സർജിക്കലി ഒരു കറക്ഷൻ കൊടുക്കുന്നത്. ഇതല്ലാതെ ചില അസുഖങ്ങളിൽ, ഇപ്പം ഹോർമോണൽ വേരിയേഷൻ വരുന്ന ചില അസുഖങ്ങളിൽ ഡെഫിനറ്റ്ലി ഈ ഒരു സ്തനഭാഗത്ത് അമിതമായിട്ട് വളർച്ച കൂടാം. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിയിട്ട്, എസ്പെഷ്യലി അതിൻ്റെ ഒരു ഹോർമോണൽ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ കാണിച്ചിട്ട് അവർ പറയുന്ന ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള മരുന്ന്, അതിൻ്റെ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗൈനക്കോമസ്റ്റിയ കണ്ടീഷൻ റിസോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഒരു സർജറിക്ക് അപ്പിയർ ചെയ്യുന്ന ഒരാൾ അതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങളാണ്, ലൈക്ക് മെഡിക്കൽ ടെസ്റ്റുകളും കാര്യങ്ങളും ഉണ്ടാവില്ല? ആൻഡ് ഓൾസോ ബിഫോർ ദാറ്റ് വി ഹാവ് ടു ചെക്ക് വെദർ ദാറ്റ് പേഴ്സൺ ഇസ് ആക്ച്വലി റെഡി ടു ഡു എ സർജറി. അവരുടെ ഫിസിക്കലി അവർ ഓക്കെ ആണെന്ന് കൂടെ. അപ്പോൾ വാട്ട് ആർ ദ പ്രൊസീജിയർ ബിഫോർ ദ സർജറി? ഇപ്പോൾ ഏത് കോസ്മെറ്റിക് പ്രൊസീജിയർ പോലെ തന്നെ ഏത് സർജിക്കൽ പ്രൊസീജിയർ നമ്മളൊരു പ്രീ സർജിക്കൽ ഇവാലുവേഷൻ നടക്കും. അത് ഒരാൾ അതിന് വേണ്ടി ഫിറ്റാണോ, മെഡിക്കലി ഫിറ്റാണെങ്കിൽ മാത്രമേ നമ്മളത് ചെയ്യത്തുള്ളൂ. അതല്ല ഫിറ്റ് അല്ലെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്തിട്ട് അതിന് ഫിറ്റാക്കാൻ പറ്റുമെന്ന് ചെയ്തിട്ടേ നമ്മൾ അതിന് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ചെറിയ ബ്ലഡ് ടെസ്റ്റും ഇവാലുവേഷനും പിന്നെ അതിന് വേണ്ട കൺസൾട്ടേഷൻ, ചിലപ്പോൾ ഒരു കാർഡിയോളജി ഇവാലുവേഷൻ ചെയ്യേണ്ടി വരും. പിന്നെ മയക്കം കൊടുക്കുന്ന ഡോക്ടറെ കണ്ടിട്ട് വേണ്ട ചെക്കപ്പ് ചെയ്തിട്ടേ നമ്മൾ സർജറി ചെയ്തിട്ടുള്ളൂ. ഗൈനക്കോമാസ്റ്റിയയിൽ നമ്മൾ പറഞ്ഞ പോലെ ഹോർമോണൽ പ്രശ്നം കൊണ്ട് ഇത് വരാം. അപ്പം അതിനു വേണ്ടി നോക്കാൻ വേണ്ടിയും അതിനു വേണ്ടിയുള്ള ബ്ലഡ് ടെസ്റ്റ്, ചില ഹോർമോണൽ ടെസ്റ്റ് ചെയ്തിട്ട് ഉറപ്പ് വരുത്തിച്ചിട്ട് നമ്മളൊരു സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെ ഓപ്റ്റ് ചെയ്യത്തുള്ളൂ.